മലയാളത്തിന്റെ പ്രിയ നടി ഉർവശി ആറാമതും സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം സ്വന്തമാക്കിയിരിക്കുന്നു. ഉള്ളൊഴുക്കെന്ന ചിത്രത്തിലെ അഭിനയ മുഹൂർത്തങ്ങളിലൂടെ കുറെ കാലത്തിന് ശേഷം ഉർവശി എന്ന അഭിനയ പ്രതിഭയുടെ ശക്തമായ തിരിച്ചുവരവാണ് നമ്മൾ കണ്ടത്. മലയാള സിനിമയിലെ എത്രയെത്ര മികച്ച കഥാപാത്രങ്ങളെ ഉർവശി അനശ്വരമാക്കിയിരിക്കുന്നു എന്നത് നമ്മൾ ചിന്തിക്കുന്നതിലും അപ്പുറമാണ്. കഥാപാത്രങ്ങളുടെ ഉള്ളൊഴുക്കിലൂടെ ഉർവശി എന്ന നടി ജീവിക്കുകയായിരുന്നു എന്ന് തന്നെ പറയാം. ഉർവശി അഭിനയിച്ച് അനശ്വരമാക്കിയ എണ്ണമറ്റ കഥാപാത്രങ്ങൾക്ക് പകരം മറ്റൊരു അഭിനയ പ്രതിഭയെ അവിടെ പ്രതിഷ്ഠിക്കാൻ നമുക്ക് കഴിയില്ല. ഉള്ളൊഴുക്കിലെ ലീലാമ്മയായി ഉർവശി എത്തിയപ്പോൾ അവിടെ വിരിഞ്ഞ ഭാവതീവ്രതകളുടെ ആഴം കൊണ്ട് വീണ്ടും ഉർവശി വിസ്മയിപ്പിക്കുകയായിരുന്നു. ലീലാമ്മയായി ഉർവശി ജീവിച്ചഭിനയിച്ചപ്പോൾ മലയാളി പ്രേക്ഷകർക്ക് ഉറപ്പായിരുന്നു ഇത്തവണത്തെ മികച്ച നടി ഉർവശി തന്നെയായിരിക്കുമെന്ന്. അത് ശരിവെച്ചുകൊണ്ട് തന്നെയായിരുന്നു ഇത്തവണത്തെ സംസ്ഥാന അവാർഡുകൾ പ്രഖ്യാപിച്ചതും. 1977 തന്റെ 8ാം വയസ്സിലാണ് ഉർവശി അഭിനയരംഗത്തെത്തിയത്. 1983 പുറത്തിറങ്ങിയ മുന്താനെ മുടിച്ച് എന്ന സിനിമയായിരുന്നു ഉർവശിയുടെ സിനിമാ ജീവിതത്തിൽ വഴിത്തിരിവായി മാറിയത്. തുടർന്നങ്ങോട്ട് മലയാളികളുടെ മനസ്സിലേക്ക് ചേക്കേറിയ, ഇന്നും സിനിമാ പ്രേമികൾ നെഞ്ചോട് ചേർക്കുന്ന കഥാപാത്രങ്ങളുമായി ഉർവശി മലയാളികളുടെ പ്രിയപ്പെട്ട നടിമാരുടെ ലിസ്റ്റിലേക്ക് സ്ഥാനം നേടുകയായിരുന്നു. 80കളിലും 90കളിലും മലയാളത്തിലെ ഏറ്റവും തിരക്കുള്ള നടിയായിരുന്നു ഉർവശി. ഇക്കാലയളവിൽ 500-ലധികം മലയാള ചിത്രങ്ങളിൽ ഉർവശി അഭിനയിച്ചു. മലയാളം, തമിഴ് എന്നിവ കൂടാതെ തെലുങ്ക്, കന്നഡ, ഹിന്ദി സിനിമകളിലും ഉർവശി വേഷമിട്ടു. ഉള്ളൊഴുക്കിനു മുൻപ് 5 തവണയാണ് മികച്ച നടിക്കുള്ള കേരള സംസ്ഥാന അവാർഡ് ഉർവശി നേടിയിട്ടുള്ളത്. 1989 മഴവിൽക്കാവടി, വർത്തമാനകാലം എന്നീ ചിത്രങ്ങളിലൂടെയും 1990 തലയണ മന്ത്രത്തിലൂടെയും 1991 കടിഞ്ഞൂൽ കല്യാണം, കാക്കത്തൊള്ളായിരം, ഭരതം, മുഖചിത്രം എന്നീ സിനിമകളിലൂടെയും 95 കഴകത്തിലൂടെയും 2006 മധുചന്ദ്രലേഖയിലൂടെയുമാണ് ഉർവശി അവാർഡ് നേടിയത്. 2006 മികച്ച സഹനടിക്കുള്ള അവാർഡും അച്ചുവിന്റെ അമ്മ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ഉർവശി നേടിയിട്ടുണ്ട്.